കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മികച്ച വിളവ് തരുന്ന ഒരു ഇനമാണ് വിയറ്റ്നാം സൂപ്പർ ഏർലി. ഈ ഇനത്തിൽപ്പെട്ട ബഡ് തൈകൾക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല ഡിമാൻഡാണ്. വിയറ്റ്നാം ഏർലി പ്ലാവ് നടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ. ഇല്ലെങ്കിൽ മറ്റ് പ്ലാവുകളെ പോലെ തന്നെ ഉയരത്തിൽ വളർന്ന് 8-9 വർഷം കഴിഞ്ഞാലേ അതിൽ നിന്നും ഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ തൈകൾ നടുമ്പോൾ തന്നെ അതിൻ്റേതായ രീതിയിൽ നട്ടു കഴിഞ്ഞാൽ 1.5-2 വർഷം കൊണ്ട് തന്നെ നമുക്ക് കൈയെത്തുന്ന ദൂരത്തുനിന്ന് ചക്ക പറിച്ചെടുക്കാൻ കഴിയും എന്നതാണ് വിയറ്റ്നാം ഏർലി പ്ലാവിൻ്റെ പ്രത്യേകത. മാത്രമല്ല വർഷത്തിൽ 2-3 തവണയൊക്കെ ചക്ക ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ ഈ ചക്ക ഉണ്ടാകുന്ന ഒരു സീസൺ എന്നൊന്നുമില്ലാതെ എല്ലാ മാസവും വേണമെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ചക്ക തിന്നാൻ പറ്റും. ഇതുകൂടാതെ വിയറ്റ്നാം ഏർലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മരത്തിൻ്റെ തായ്തടിയിൽ തന്നെ ചക്ക ഉണ്ടാവുന്നതുകൊണ്ട് വിളവെടുപ്പ് വളരെ എളുപ്പമാണ്. അതുമാത്രമല്ല മരം കയറ്റക്കാരെ ആരെയും കിട്ടിയില്ലെങ്കിലും നമുക്ക് ഈസിയായി വിളവെടുക്കാൻ പറ്റും. തുടക്കത്തിൽ അല്പം വിളവ് കുറയുമെങ്കിലും ചെടി വളരുന്നതിനനുസരിച്ചിട്ട് വിളവും വർദ്ധിക്കും. അതുപോലെ തന്നെ ചക്ക കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് ആവശ്യം അവയെല്ലാം വിയറ്റ്നാം ഏർലി പ്ലാവിലെ ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും. ഇടിച്ചക്ക തോരൻ മുതൽ ചക്ക വരട്ടി വരെ കേരളത്തിന് പരിചിതമായ ചക്ക വിഭവങ്ങളെല്ലാം സൂപ്പർ ഏർലി കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. നാടൻ പ്ലാവുകളെ അപേക്ഷിച്ച് ഇവക്ക് വളപ്രയോഗം അത്യാവശ്യമാണ്. അതുപോലെ മാസത്തിൽ ഒരിക്കലെങ്കിലും ബോഡോ മിശ്രം പോലുള്ള കുമിൾനാശിനി സ്പ്രേ ചെയ്യുകയാണെങ്കിൽ കുമിൾ രോഗത്തിൽ നിന്നും ഇവയെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് പറ്റും. ഇനി വിയറ്റ്നാം ഏർലി പ്ലാവ് നടുമ്പോൾ അത്യാവശ്യമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ആദ്യം തന്നെ പ്ലാവിൻ തൈ നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം. പ്ലാവിൻ തൈ അധികം ഉയരം വരുന്നില്ല എന്ന് കരുതി മറ്റു മരത്തിൻ്റെ ചോലയിലൊന്നും കൊണ്ട് നടരുത്. നടാനായി തിരഞ്ഞെടുത്ത സ്ഥലത്ത് 1/2 മീറ്റർ വ്യാസത്തിൽ ഒരു കുഴി എടുക്കണം. ബഡ് ചെയ്ത തൈകൾ നടുന്നതിനായി ഇത്ര ആഴമുള്ള ഒരു കുഴിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അടിമണ്ണ് കൂടി ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കുഴിയെടുത്തത്. എന്നിട്ട് കുഴിയെടുത്തപ്പോൾ കയറ്റിയിട്ട മണ്ണിൻ്റെ കൂടെ വളങ്ങൾ ചേർത്ത് കൊടുക്കണം. ചാണകപ്പൊടിയും കടലപ്പിണ്ണാക്കും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടി നമ്മൾ കുഴിയെടുത്തപ്പോൾ കയറ്റിയിട്ട മണ്ണിൻ്റെ കൂടെ കൂട്ടിക്കലർത്തണം. എന്നിട്ട് വളവുമായി കൂട്ടിക്കലർത്തിയ മണ്ണ് കുഴിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. മണ്ണ് കുഴിയിലേക്ക് ഇട്ട് ഭൂമി ലെവലിൽ നിന്നും ഒരു 1/2 അടി ഉയരത്തിൽ ചെറിയ ഒരു കൂന പോലെ ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് കൂന കൂട്ടിയ മണ്ണിൻ്റെ നടുവിലായി ഒരു ചെറിയ പിള്ളക്കുഴി എടുക്കണം. ആ കുഴിയിലേക്ക് 1/2 കിലോഗ്രാം ചാണകപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നാം വാങ്ങി വെച്ച പ്ലാവിൻ തൈ വളരെ ശ്രദ്ധയോടെ അതിൻ്റെ കവറ് പൊട്ടിച്ച് മണ്ണിന് ഇളക്കമൊന്നും തട്ടാതെ തൈ നടുവിലേക്ക് വെച്ച് കൊടുക്കുക. തൈ നടുമ്പോൾ ചെരിഞ്ഞു പോകാതെ നേരെ തന്നെ ഉറപ്പിക്കുക. നടുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് തൈകളുടെ ബഡ് ചെയ്ത സന്ധി ഭാഗം ഒരിക്കലും മണ്ണിനടിയിൽ പെട്ടുപോകരുത്. മണ്ണിട്ട് മൂടിപ്പോയാൽ ബഡ് സന്ധിയിൽ നിന്നും ഫംഗസ് രോഗം വന്ന് ചെടികൾ നശിച്ചു പോകും. അപ്പോൾ തൈകൾ നടുമ്പോൾ ഈ കാര്യം, അതായത് ബഡ് ചെയ്ത ഭാഗം മണ്ണിനടിയിൽ മൂടിപ്പോകരുത് എന്ന് ഉറപ്പ് വരുത്തണം. തൈ നട്ടതിന് ശേഷം സ്യൂഡോമോണസ് 20 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് തൈകളിൽ തളിച്ചു കൊടുക്കാം. അതിനുശേഷം കരിയിലയിട്ട് പുതയിട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. തൈകൾ വളർന്ന് 2 മാസം കൂടുമ്പോൾ 1 കിലോ ചാണകപ്പൊടിയും 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും 100 ഗ്രാം കടലപ്പിണ്ണാക്കും കൂടി പ്ലാവിൻ്റെ കടഭാഗത്തു നിന്നും അല്പം മാറി ചുറ്റിനും ഇട്ട് കൊടുക്കണം. പ്ലാവ് വളർന്ന് 10 അടി ഉയരത്തിലായാൽ അതിൻ്റെ തലഭാഗം ഒന്ന് നുള്ളി കൊടുക്കണം, അതായത് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്കുള്ള വളർച്ച നിന്ന് ധാരാളം ശാഖകൾ വന്ന് പന്തലിച്ച് വളരുകയും അതോടൊപ്പം ശാഖകളെല്ലാം നല്ല ബലപ്പെടാനും പ്രൂൺ ചെയ്യുന്നതുകൊണ്ട് ഉപകാരപ്പെടുന്നുണ്ട്. നാം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ കാണുന്ന വിയറ്റ്നാം ഏർലി പ്ലാവിൽ നിറയെ ചക്കകൾ ഉണ്ടായപ്പോൾ ശാഖകൾക്ക് ഒക്കെ നല്ല ബലമുള്ള താങ്ങുകൾ വെച്ച് കൊടുക്കേണ്ടതായി വന്നു. അല്ലെങ്കിൽ ചക്കയടക്കം കൊമ്പുകൾ ഒടിഞ്ഞു വീഴുന്ന അവസ്ഥയിലായി. അത്രയും ഭാരം താങ്ങുന്നുണ്ട് ഓരോ ശാഖകളും. ഇനി ചക്കകൾ ഉണ്ടാവാൻ തുടങ്ങുമ്പോൾ എല്ലാ ചക്കകളും പഴുപ്പിക്കാൻ നിർത്താതെ ഇടയ്ക്കൊക്കെ ഇടിയൻ ചക്കയായി ഉപയോഗിക്കുകയും ചെയ്യണം. അപ്പോൾ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻസും മിനറൽസും ധാരാളം അടങ്ങിയ സമ്പൂർണ്ണ ആഹാരം കൂടിയായ ചക്ക നമുക്ക് കൈ എത്തുന്ന ദൂരത്തു നിന്ന് വിളവെടുക്കാൻ പറ്റും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ.
കൃഷിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.